അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും ആ സംഘർഷങ്ങളുടെ കൂടുതൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണ കലാശക്കൊട്ടിനിടെ പലയിടത്തും സംഘർഷമുണ്ടായി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കല്ലേലൂർ CR മഹേഷ് MLA-ക്കും CPM സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടിക്കും 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു. ആ ദൃശ്യം ലഭ്യമായിട്ടുണ്ട്. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ഇത് പാറക്കല്ലോ മറ്റൊരു ഇടം സംഘർഷമുണ്ടായത് മലപ്പുറം കുന്നുമ്മലിലാണ്. അവിടെ പോലീസിന് ലാത്തി വീശേണ്ടിയും വന്നു. ആ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. നെയ്യാറ്റിൻകരയിലും പാറശാലയിലും UDF പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി. സംഘർഷത്തിനിടെ KSRTC ബസ്സിന് കേടുപാടുണ്ടായി. തിരുവനന്തപുരത്ത് കാരേറ്റും സംഘർഷമുണ്ടായി. കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. സ്ഥലത്ത് പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥയുണ്ട് എന്നാണ് സൂചന. മറ്റൊന്ന് കൽപ്പറ്റയാണ്. കൽപ്പറ്റയിൽ LDF പ്രവർത്തകരും DMK പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ഇടുക്കിയിലും പെരുമ്പാവൂരിലും പ്രവർത്തകരും പോലീസും തമ്മിലാണ് ഊഞ്ഞുതള്ളം ഉണ്ടായത്. പത്തനാപുരത്തും UDF LDF പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. കൊല്ലത്തു നിന്നും അരുൺരാജ് ചേരുന്നുണ്ട്. അരുൺ, കൊല്ലത്ത് ഏതൊക്കെ ഇടങ്ങളിലാണ്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടത് അല്ലെങ്കിൽ സംഘർഷം ഉണ്ടായത്? അതിൽ ഇപ്പോഴൊരു പൂർണ്ണമായൊരു നിയന്ത്രണം അവിടെ വന്നിട്ടുണ്ടോ മേഖലകളിൽ? കരുനാഗപ്പള്ളിയാണെന്ന് തോന്നുന്നു ഒരു കൂടുതൽ സംഘർഷം ഉണ്ടായതല്ലേ? തീർച്ചയായും പ്രജിൻ വിജയകുമാർ, ഇപ്പോൾ നിലവിൽ സംഘർഷാവസ്ഥയ്ക്കെല്ലാം തന്നെ അയവ് വന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലാണ് ആദ്യം സംഘർഷം ഉണ്ടായത്. കരുനാഗപ്പള്ളിയിൽ LDF-ന്റെയും UDF-ന്റെയും പ്രവർത്തകർ ഈ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട ഈ DJ വാഹനങ്ങൾ ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആദ്യം ഉണ്ടായത്. ഈ തർക്കം ഒടുവിൽ സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷം പിന്നീട് കല്ലേറിലേക്ക് പോയി. ഈ കല്ലേറിലാണ് ഈ പ്രവർത്തകർക്കും നേതാക്കൾക്കും പരിക്കേറ്റിട്ടുള്ളത്. കരുനാഗപ്പള്ളി MLA CR മഹേഷിന്റെ നെഞ്ചിലേക്ക് ഒരു പാറക്കല്ല് വന്ന് പതിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ബാലചന്ദ്രൻ എന്നിവർക്ക് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും പരിക്കേറ്റിട്ടുണ്ട്. നിരവധി പ്രവർത്തകരെ ഇപ്പോൾ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ സംഘർഷത്തിൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ 4 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി പരിക്കേറ്റിട്ടുണ്ട്. CA അടക്കമുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. ഈ പരിക്കേറ്റ ഉദ്യോഗസ്ഥരെയും ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസ് ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ദൃശ്യങ്ങളടക്കം പരിശോധിച്ചായിരിക്കും കേസ് എടുക്കുക. ഈ പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചതിന് പിന്നാലെ ഈ സമീപത്ത് നിന്ന് കുട്ടിക്ക് ശ്വാസമുട്ടലടക്കം ഉണ്ടാകുന്ന സാഹചര്യം അടക്കം ഉണ്ടായി. ഈ കുട്ടിയും ഇപ്പോൾ ആശുപത്രിയിലാണ്. നിലവിൽ സംഘർഷാവസ്ഥ പൂർണ്ണമായും അയവ് വന്നിരിക്കുന്നു. സ്ഥലത്ത് കനത്ത പോലീസ് വിന്യാസം തന്നെയാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് പത്തനാപുരമാണ്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായ പത്തനാപുരത്ത് UDF-ഉം LDF-ഉം തമ്മിലാണ് സംഘർഷമുണ്ടായത്. അവിടെ ഉച്ചഭാഷയിൽ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തമ്മിലുള്ള തർക്കം ഒടുവിൽ സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. CPIM അവിടുന്ന് കൗൺസിലർ കൂടിയായ അനന്തു പിള്ളയ്ക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. രണ്ടിടത്തും ഇപ്പോൾ കനത്ത പോലീസ് വിന്യാസവും. ശരി. ഇപ്പൊ കൊല്ലത്ത് എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലകളിലും ചെറുതും വലുതുമായ രീതിയിൽ ചെറിയ സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന്.